ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൊടി ഇഡ്ലിയാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. ഇത് സാധാരണയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഇഡ്ലിയിൽ ചെയ്യാറില്ല. തലേദിവസം ബാക്കിയായ ഇഡ്ലിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ രാവിലെ ചെയ്ത ഇഡ്ലി ഉണ്ടെങ്കിൽ നമുക്കത് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ചെയ്യാം. ഇനി നമുക്ക് പൊടി ഇഡ്ലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിനൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഈ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഇഡ്ഡലി ചേർത്ത് കൊടുക്കാം. അതായത് ഇഡ്ഡലി രാവിലത്തെ ഇഡ്ഡലിയാണത്. ഇത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം 6 ഇഡ്ഡലിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഈ നെയ്യിൽ പെരണ്ടിരിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഡലി എല്ലാം നെയ്യിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഡലി പൊടി ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഡലി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഡലിയൊക്കെ ഈ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് റെഡിമെയ്ഡായി കടയിൽ കിട്ടുന്ന ഇഡ്ലിപ്പൊടിയോ അല്ലെങ്കിൽ വീട്ടിലരച്ച ഇഡ്ലിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. ഇഡ്ലിപ്പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പൊടിയുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം. നിങ്ങൾക്ക് എരിവ് കമ്മിയാണെങ്കിൽ ഇനി കുറച്ചുകൂടെ മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള പൊടി കുറച്ച് എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം എല്ലാം കൂടിയിട്ട് നന്നായി യോജിച്ച് കഴിഞ്ഞു. ഒരു 3-4 മണിക്കൂർ ഇഡ്ഡലി ഫ്രിഡ്ജിൽ വെച്ച ശേഷം കട്ട് ചെയ്ത് ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പൊടി ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.